എക്സൈസ് 7.2 13 വരുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. എന്താണ് എക്സ് സ്ക്വയർ ബൈ 2+3x³ ഹോൾ ക്യൂബ് അല്ലെ. ടി എന്നുള്ളത് 2+3x³ നമുക്ക് എന്ത് കൊടുക്കാം, ടി എന്നുള്ളത് കൊടുക്കാം. ഇനി ബോത്ത് സൈഡ് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും, ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പോൾ 2+3x³ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9x² എന്ന് വരും. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dt/dx എന്ന് വരും. ഇതിൽ നമുക്ക് dx എന്നുള്ള ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം, dt/9x² എന്നുള്ളതിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിട്ട് വരും, ഇന്റഗ്രൽ x² ഡിവൈഡഡ് ബൈ 2+3x³ ഹോൾ ക്യൂബ് dx ഈക്വൽ ടു x² നമുക്ക് ഇനി ഒന്നും മാറ്റാനൊന്നും ഇല്ല അല്ലേ. x² ഡിവൈഡഡ് ബൈ 2+3x³ ഹോൾ ക്യൂബിന് നമുക്ക് t³ എന്ന് കൊടുക്കാം. dxന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, dt/9x² എന്ന് കൊടുക്കാം. ഓക്കെ, ഈ x² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇനി ബാലൻസ് വരിക ഇന്റഗ്രൽ 1/9t³ dt എന്ന് വരും. 1/9 കോൺസ്റ്റന്റ് ആണല്ലോ. ഇന്റഗ്രൽ t³ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിൽ വന്നു. അപ്പം എന്താവും, t⁻³ dt എന്നാവും. ക്ലിയർ ആണല്ലോ. ഇനി ന്യൂമറേറ്റർക്ക് എന്തിനാ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് t³ ന്യൂമറേറ്റർ കൊണ്ടുവന്നത്. t³ ഡിനോമിനേറ്ററിലാണെങ്കിൽ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, ഇന്റഗ്രേഷൻ പെട്ടെന്ന് പോസിബിൾ ആക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, 1/9 അവിടെ നിൽക്കട്ടെ. 1/9 ഇൻറ്റു ഇന്റഗ്രൽ t⁻³ പറഞ്ഞാൽ എന്താ വരിക, x⁻n, അതായത് 1 കൂടും, -3 + 1. -3 + 1 പറഞ്ഞാൽ എന്താ, t⁻² ഡിവൈഡഡ് ബൈ -2 എന്ന് വരും അല്ലേ. ഡിനോമിനേറ്ററിൽ -2 എന്ന് വരും, പ്ലസ് c.